കോമണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അടുത്തു, എല്ലാവരും നയിക്കുന്നു വിളിക്കും. നമ്മൾ എന്നോട് സംസാരിക്കാൻ പോകുന്നത് ഒരു മൈക്രോ കൺട്രോളേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ പല സർക്യൂട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. വീട്ടിൽ കത്തിക്കുന്നിടം തൊട്ട് നമ്മൾ മോട്ടറിൽ കറങ്ങുന്നത് തന്നെ അങ്ങനെ പല സർക്യൂട്ടുകൾ ഉപയോഗിക്കാൻ നേരത്ത് നമുക്ക് ആ സെക്ഷൻ നമ്മുടെ റോബോട്ടിക്സ് കൊണ്ട് വരുമ്പോഴത്തേക്കും അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അതിന് വേണ്ടിയാണ് നമ്മൾ ഈ മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ പലതരം മൈക്രോ കൺട്രോളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിലുള്ളതാണ് Arduino Uno പോലെ തന്നെ വേറെ മൈക്രോ കൺട്രോളേഴ്സാണ് നോഡ് MC, റാസ്ബെറി പൈ, അങ്ങനെ പറഞ്ഞിട്ട് വേറെ ബോർഡുകളുണ്ട്. നമുക്ക് പലർക്കും ഇപ്പം ഈ Arduino ബോർഡിനെ കുറിച്ച് അറിയാമായിരിക്കും, പക്ഷേ പലർക്കും അറിയാത്തതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ റെഡിയാക്കിയത്. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് Arduino Unoനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ Arduino Uno ബോർഡ്. ഇത് സാധാ ഒരു മൈക്രോ കൺട്രോളർ ബോർഡാണ്, കോമൺ ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഓപ്പൺ സോഫ്റ്റ് ആണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വളരെ ചീപ്പാണ്. നമുക്കിതൊരു 350 തൊട്ട് 400 റുപ്പീസിനുള്ളിൽ നമുക്ക് നെറ്റിൽ നിന്ന് മേടിക്കാൻ പറ്റും. ഇതിലുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, കുറച്ച് GPIO പോർട്സ് ഉണ്ട്. ഈ GPIO പോർട്സ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പോർട്സാണ്. നമ്മുടെ സെൻസേഴ്സ് ആണെങ്കിലും LEDs ആയാലും അല്ലാത്ത പോർട്സുകൾ കണക്ട് ചെയ്യാനാണ് ഈ റിലേ പോർട്ടുകൾ ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിലുള്ളതെന്ന് വെച്ചാൽ ഒരു പവർ അഡാപ്റ്ററിന് വേണ്ടിയുള്ള പോർട്ടുണ്ട്, പിന്നെ ഒരു USB പോർട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ ഇവിടെ ഒരു റെഡ് കളറുള്ള സ്വിച്ച് കാണാം. ഈ റെഡ് കളറുള്ള സ്വിച്ച് റീസ്റ്റാർട്ടിന് വേണ്ടിയാണ്. റീസ്റ്റാർട്ട് എന്ന് വെച്ചാൽ നമ്മളൊരു പ്രോഗ്രാം റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം ആദ്യം തൊട്ട് ഒന്നും കൂടി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്വിച്ച് വെച്ചേക്കുന്നത്. ഈ സ്വിച്ച് നമ്മൾ നിൽക്കി കഴിയുമ്പോഴത്തേക്കിന് അത് ഓട്ടോമാറ്റിക്കലി ആ പ്രോഗ്രാം റീസ്റ്റാർട്ട് ആകും. റീസ്റ്റാർട്ടായിട്ട് അത് ആദ്യം തൊട്ട് റൺ ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിലാണെങ്കിൽ അറ്റ്മെലിൻ്റെ പ്രോസസ്സറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ ചിപ്പിനകത്ത് തന്നെ ഇതിനാവശ്യമുള്ള ROM, RAM, പിന്നെ അതിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ചിപ്പ് വെച്ചേക്കുന്നത്. അത്രയേ ഉള്ളൂ ഈ ബോർഡിനെ കുറിച്ച് പറയാൻ. പിന്നെ ഈ ബോർഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു USB കേബിളുണ്ട്. ഇതാണ് ആ USB കേബിൾ. ഈ പോർട്ടാണ് നമ്മുടെ ബോർഡിലോട്ട് കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നമ്മുടെ PC-യിലോട്ട് നമ്മൾ കണക്ട് ചെയ്യും. PC-യിലോ ലാപ്ടോപ്പിലോ എവിടെയാണെന്ന് വെച്ചാൽ ഓർഡില്ലെങ്കിൽ നമുക്ക് OTG വെച്ച് നമ്മുടെ ഫോണിലും കണക്ട് ചെയ്യാം. നമ്മൾ Arduino ബോർഡിനെ കുറിച്ച് കുറച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇതിൽ ഇഷ്ടംപോലെ പിൻസ് ഉണ്ടല്ലോ. പല പിന്നും പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. കോമൺ ആയിട്ട് ഒരു സെറ്റ് പിൻസ് കാണും. ഇതിൽ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു Vin എന്ന് പറഞ്ഞ പിന്നുണ്ട്, പിന്നെ ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ ഒരു 5 വോൾട്ടിൻ്റെ പിന്നുണ്ട്, പിന്നെ 3 വോൾട്ടിൻ്റെ ഒരു പിന്നുണ്ട്. ഈ 3 വോൾട്ടിൻ്റെ പിന്നെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ പവറുള്ള LEDs ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ വേറെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ 5 വോൾട്ടിലോട്ട് പോകും. പിന്നെ ഗ്രൗണ്ട് നമ്മൾ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗ്രൗണ്ട് പിൻസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഗ്രൗണ്ട് പിൻസ് 3 ഉണ്ട്. ഈ സൈഡിൽ 2, പിന്നെ ഇപ്പുറത്തെ സൈഡിൽ 1. ഈ 13th പിന്നിൻ്റെ സൈഡിലായിട്ടാണ് ഒരു ഗ്രൗണ്ട് പിന്നും കൂടെ ഉള്ളത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ 13th പിന്നിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു LED ഉണ്ട്. അത് ഇൻറ്റേർണലി ഈ 13th പിന്നുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ നേരത്ത് നമുക്ക് ഒരു ടെസ്റ്റ് LED കത്തിക്കാനാണെങ്കിൽ നമുക്ക് ഈ 13ാമത്തെ പിൻ ഔട്ട്പുട്ടാക്കി വെക്കുകയാണെങ്കിൽ ഈ LED ബ്ലിങ്ക് ചെയ്യും. പിന്നെ ഈ സൈഡിലുള്ള എല്ലാം ഡിജിറ്റൽ പിൻസാണ്. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള എല്ലാം അനലോഗ് പിൻസും. ഡിജിറ്റൽ പിൻസിൽ നമുക്ക് ഡിജിറ്റൽ ഔട്ട്പുട്ട് കിട്ടും, അനലോഗ് പിൻസിൽ അനലോഗ് ഔട്ട്പുട്ട് കിട്ടും. നമ്മൾ കോമൺലി എല്ലാ സെൻസേഴ്സും കണക്ട് ചെയ്യുന്നത് നമ്മുടെ അനലോഗ് പിൻസിൻ്റെ അവിടെയാണ്. കാരണം സെൻസേഴ്സ് എല്ലാം അനലോഗാണ്. നമ്മളുടെ ടെമ്പറേച്ചർ ആയാലും പ്രഷർ ആയാലും എല്ലാം അനലോഗ് വാല്യൂസിലാണ്. ആ വാല്യൂസിൽ നമ്മൾ റീഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡിജിറ്റലായിട്ട് ഔട്ട്പുട്ട് നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. പിന്നെ ഡിജിറ്റൽ പിൻസിൽ നമ്മൾ LEDs ബ്ലിങ്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഡിജിറ്റൽ പിൻസ്. മെയിനായിട്ട് ഔട്ട്പുട്ട് പിൻസായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അനലോഗ് പിൻസും നമ്മൾ ഔട്ട്പുട്ട് പിൻസായിട്ട് യൂസ് ചെയ്യും, പക്ഷേ എപ്പോഴും ഇല്ല, ചില കാര്യങ്ങളിൽ മാത്രം. പിന്നെ നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ ചില പോർട്ടുകളുടെ അവിടെ ഒരു വേവിൻ്റെ ചിഹ്നമുണ്ട്. അതാണ് PWM സിഗ്നൽ വരുന്ന പോർട്ടുകൾ എന്ന് വെച്ചാൽ അത് നമുക്ക് ഡിജിറ്റലായിട്ടും അനലോഗായിട്ടും രണ്ടായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇവിടെ 2 അറ്റത്ത് 2 പിൻസ് ഉണ്ട്, ഒരു RXും ഒരു TXും. TX എന്ന് വെച്ചാൽ ട്രാൻസ്മിറ്ററിന് വേണ്ടിയുള്ളതും RX റിസീവറിന് വേണ്ടിയുള്ളതും. ഇത് നമ്മളുടെ പോർട്ട് വെച്ചിട്ട് USB പോർട്ട് വെച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഔട്ട് എടുക്കാൻ നേരത്ത് അതിന് അതിൻ്റെ സെക്ഷന് വേണ്ടിയാണ് ഈ RXും TXും വരുന്നത്. ആ സമയത്ത് ആ 2 പിൻസ് ആക്ടിവേറ്റ് ആയിരിക്കും. ആ സമയത്ത് നമുക്ക് വേറെ ഒരു പിന്നും അവിടെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആ പിൻസ് യൂസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും പ്രോഗ്രാം ചെയ്യുവാണെങ്കിൽ തന്നെ ആ പിൻസ് ആദ്യം നമ്മൾ കണക്ട് ചെയ്യാതെ നമ്മൾ പ്രോഗ്രാം റൈറ്റ് ചെയ്തതിൻ്റെ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യത്തുള്ളൂ. ഇതാണ് നമ്മുടെ
Arduino Uno ബോർഡിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇത് എങ്ങനെ പി സിയിൽ കണക്ട് ചെയ്യാം എന്നുള്ളത് കാണാം. നമ്മുടെ Arduino ബോർഡ് നമുക്കിതിനി പി സിയിലോട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് കാണാം. ഈ നമ്മുടെ USB കേബിൾ, ഈ നമ്മുടെ USB പോർട്ട് രണ്ടോട് ഇൻ്റർ കണക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അപ്പുറത്തെ അറ്റം നമ്മുടെ പി സിയിൽ കണക്ട് ചെയ്യുക. പി സിയിൽ കണക്ട് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്കിവിടെ ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ഈ ഗ്രീൻ ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ Arduino ബോർഡിന് കുഴപ്പമൊന്നുമില്ല, അത് ഓൺ ആയെന്നാണ്. പിന്നെ നമ്മൾ നേരത്തെ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്ക് ഇതിൽ പ്രോഗ്രാം ചെയ്യാൻ Arduino IDE എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് Arduinoയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ Arduino വെബ്സൈറ്റിൻ്റെ പേജ്. ഇതിൽ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ളത് Arduinoയുടെ IDE. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ Arduinoയുടെ ഡൗൺലോഡിംഗ് പേജാണ് എടുത്ത് വെച്ചേക്കുന്നത്. നമുക്ക് സാധാരണ പേജ് വരുമ്പോൾ എൻ്റെ ഹോം പേജാണ് വരുന്നത്. ഇവിടെ മണ്ടി സോഫ്റ്റ്വെയർസ് ഉണ്ട്. സോഫ്റ്റ്വെയർസ് ഡൗൺലോഡ് എടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഈ പേജിലോട്ട് വരും. ഇതിൻ്റെ സാധനം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഈ ലിങ്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ സൈഡിൽ നോക്കാൻ നേരത്ത് ഇവിടെ വിൻഡോസ് ഇൻസ്റ്റാളർ, വിൻഡോസ് സ്റ്റിക് ഫയൽ എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ ഫുൾ സെറ്റപ്പ് ഫയൽ തരും. നമുക്ക് അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസ് ആപ്പ് സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മാക് OSനും സപ്പോർട്ടഡ് ആണ്, ലിനക്സിനും സപ്പോർട്ടഡ് ആണ്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ OS എന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക. ഞാൻ ഇവിടെ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ IDE കാണിച്ചു തരാം. ഇതാണ് Arduinoയുടെ IDE. ഞാൻ കുറച്ച് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ നമുക്കിവിടെ ഒരു വോയിഡ് ലൂപ്പുണ്ട്, ഒരു വോയിഡ് സെറ്റപ്പ് ഉണ്ട്. ഈ വോയിഡ് സെറ്റപ്പിൽ നമ്മളാണെങ്കിൽ നമ്മുടെ ഈ പിൻസ് ഡിഫൈൻ ചെയ്യും. പിന്നെ നമുക്ക് ചെയ്യാനുള്ള ടാസ്ക് വോയിഡ് ലൂപ്പിൽ വിടും. നമുക്ക് വോയിഡ് ലൂപ്പിൻ്റെ പുറത്തും നമുക്ക് ചെയ്യാനുള്ള ടാസ്ക് ഇടാം. പക്ഷേ അത് ഒരു വട്ടേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ വോയിഡ് ലൂപ്പിനകത്ത് ഇടുമ്പോഴത്തേക്കിന് അത് കണ്ടിന്യൂസ് ആയിട്ട് ലൂപ്പായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് നമ്മുടെ പിൻസ് റെക്കഗ്നൈസ് ചെയ്യാനും നമ്മൾ വോയിഡ് ലൂപ്പിനകത്ത് തന്നെ ഇടാം. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് ഓരോ തവണയും ആ പിന്നിൻ്റെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ സെറ്റപ്പ് എല്ലാം ചെയ്യുന്നത് നമ്മുടെ വോയിഡ് സെറ്റപ്പിനകത്താണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ബ്ലിങ്കിങ്ങിൻ്റെ സെറ്റപ്പ് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഫയൽസിനകത്ത് പോയിട്ട് എക്സാമ്പിൾസ് എടുത്തിട്ട് അവിടുന്ന് ബ്ലിങ്ക് ഇവിടെ ബേസിക്കിനകത്ത് ബ്ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്നെടുത്ത് നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിവിടെ നിങ്ങൾക്കത് ചെയ്ത് കാണിച്ചു തരാം, അല്ലാതെ ടൈപ്പ് ചെയ്ത്. ആദ്യം നമ്മളിത് കോഡ് ടൈപ്പ് ചെയ്യാണ്. പിൻ മോഡ്. ഈ പിൻ മോഡ് എന്ന് വെച്ചാൽ നമ്മൾ പിന്നിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് പിൻ മോഡ് എന്നുള്ള കോഡ് യൂസ് ചെയ്യുന്നത്. ബ്രാക്കറ്റ് ഇട്ടിട്ട് നമുക്ക് ഏത് പിന്നാണോ അത് സെറ്റ് ചെയ്യുക. ഇവിടെ 13th പിന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അത് എന്താണ് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ കോമ അത് ഔട്ട്പുട്ടായിട്ടാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഔട്ട്പുട്ടിനായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഔട്ട്പുട്ടിന് കൊടുക്കുന്നു. ഔട്ട്പുട്ടിന് കൊടുക്കുന്നതല്ല ഫുൾ ക്യാപിറ്റലിലാണ്. അപ്പോൾ അതിൻ്റെ കളർ മാറി, അത് ബ്ലൂ കളറിലോട്ട് വന്നു. എൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പിന്നെ മറ്റേ കുത്തും കൊമ്മയും നമ്മളിട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇവിടെ വോയിഡ് ലൂപ്പിൻ്റെ അടുത്ത് നമ്മൾ വന്നിട്ട് നമ്മുടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കുന്നു. നമുക്ക് LED കത്താനാണ്. അപ്പം ആദ്യം ഒന്ന് LED ഓൺ ആകണം. നമുക്ക് LED കത്തിക്കാൻ വേണ്ടിയ കോഡാണ് ഡിജിറ്റൽ ലൈറ്റ്. അത് നമുക്ക് ജസ്റ്റ് ഒരു LED ബ്ലിങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളിതിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഡിജിറ്റൽ ലൈറ്റ് എന്ന് പറഞ്ഞ കോഡിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഡിജിറ്റൽ ലൈറ്റ് ഇത് കളർ ചേഞ്ച് ആയി വന്നു. നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യാൻ നേരത്ത് ഡിജിറ്റലിൻ്റെ D സ്മോളും W ക്യാപിറ്റലും ആയിട്ടാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അത് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏത് പിന്നാണോ ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്തത് ആ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. നമ്മൾ 13 സെറ്റ് ചെയ്തിരുന്നത്, അതും 13 അടിച്ചു കൊടുത്തു. അതുകൊണ്ട് കോമ. പിന്നെ അത് നമുക്ക് കത്തിക്കാനാണ്. അപ്പോൾ അതിലോട്ട് പവർ ചെല്ലണം. പവർ ചെല്ലണമെങ്കിൽ അങ്ങോട്ട് ഹൈ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് ചെല്ലണം. അതുകൊണ്ട് നമ്മൾ ഹൈയോ അല്ലെങ്കിൽ 1 എന്നോ പറഞ്ഞിട്ടോ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ ഇവിടെ ഹൈ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കളർ മാറിയിട്ട് അത് വന്നു ഹൈ. അതുകൊണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. വീണ്ടും കുത്തും കോമ ഇട്ടു. പിന്നെ നമ്മൾ എൻ്റർ അടിച്ച അടുത്ത ലൈൻ. നമുക്കിത് കത്തിയിട്ട് ഇത് പിന്നെ കിടന്നതിന് മുന്നേ കുറച്ച് നേരം കത്തി നിൽക്കണം. അതിന് നമ്മൾ കുറച്ച് ഡിലേ കൊടുക്കുന്നു. അപ്പോൾ കുറച്ച് നേരം കത്തി നിൽക്കാൻ വേണ്ടി ഡിലേ ഫുൾ സ്മോൾ ലെറ്ററാണ് ടൈപ്പ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഇതേപോലെ തന്നെ പിൻ മോഡിലും ഇത് ടൈപ്പ് ചെയ്യാൻ നേരത്തെ ഈ പിൻ മോഡിൻ്റെ M ക്യാപിറ്റലായിരിക്കണം. എന്നാലേ ഉള്ളൂ സാധനം വർക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ നമ്മൾ ഡിലേ ടൈപ്പ് ചെയ്തിട്ട് ഡിലേയുടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു 1000 കൊടുക്കുന്നു. 1000 വെച്ചാൽ
1 സെക്കൻഡാണ്. ഇത് ടോട്ടൽ 1000 മില്ലി സെക്കൻഡാണ്. എന്നിട്ട് വീണ്ടും കുത്തുങ്ങോമ ഇടുന്നു, എൻ്റർ അടിക്കുന്നു. എന്നിട്ട് അടുത്ത ഡിജിറ്റൽ റേറ്റ് നമുക്കിനി കെടാൻ വേണ്ടിയുള്ളത്, ഇത് കത്തിയല്ലോ, ഇനി കെടണം. അതിന് വീണ്ടും ഡിജിറ്റൽ റേറ്റിന് ടൈപ്പ് ചെയ്യുന്നു. ഡിജിറ്റൽ റേറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ 13th പിൻ കോമ ഇത്തവണ ലോ, ഇതിൽ അത് കേടും. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ്, കുത്തും കോമയും പിന്നെ എൻ്റർ. പിന്നെ ഇത് കെട്ടി കഴിഞ്ഞാൽ ഉടനെ ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ആ ലൈറ്റ് വീണ്ടും കത്തും. ഒന്ന് കെട്ട ഉടനെ തന്നെ കത്തും. അത് അങ്ങനെ നടക്കാതിരിക്കാൻ വേണ്ടി കെട്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടി നമ്മളിവിടെ ഒരു ഡിലേ കൊടുക്കണം. അതുകൊണ്ട് ഒരു ഡിലേ കൂടെ ഞാൻ കൊടുക്കുവാണ്. ഡിലേ ബ്രാക്കറ്റ് ഓപ്പൺ 1000 ബ്രാക്കറ്റ് ക്ലോസ്. എന്നിട്ട് കുത്തുങ്ങാമയും ഒന്നും കൂടെ. ഇവിടെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ Arduino ബോർഡ് കണക്ട് ചെയ്യാം. Arduino ബോർഡ് നേരത്തെ കണക്ട് ചെയ്യാൻ കാണിച്ച പോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്യുന്നു. PC കണക്ട് ചെയ്യുന്നു. PC കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ ടൂൾസിൽ പോകണം. ടൂൾസിൽ ചെന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമായിരിക്കും, ഇവിടെ പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനുണ്ട്. ഇവിടെ സാധാരണ സെലക്ട് ആയിട്ടല്ലായിരിക്കും കിടക്കുന്നത് ഈ ഓപ്ഷൻ. ഇവിടെ സീരിയൽ പോർട്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും കിടക്കുന്നത്. ഞാൻ ഇപ്പോൾ കാണിച്ചത് ഇവിടെ സീരിയൽ പോർട്ട് മാത്രമായിട്ട് കിടക്കും. അപ്പോൾ ഇവിടെ സെലക്ട് ആയിട്ടില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ Arduino ബോർഡ് ഒന്നും റൺ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഈ ടൂൾസ് എടുത്തിട്ട് ഇവിടുന്ന് മാനുവലി ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അത് ഓക്കെ ആവും. അപ്പോൾ കോം പോർട്ട് റെഡിയാവും. എന്നിട്ട് വീണ്ടും ടൂൾസ് എടുക്കുക, നിങ്ങളുടെ ബോർഡ് ഏതാണെന്ന് സെറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ Arduino Uno ആണ് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. ആ ബോർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ പല മൈക്രോ കൺട്രോളേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനത്തെ പല മൈക്രോ കൺട്രോളേഴ്സും ലിസ്റ്റ് ഇവിടെ ഉണ്ട്. നമ്മൾ Arduino Uno ആയതുകൊണ്ട് യൂനോ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇതെല്ലാം രണ്ടര സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇവിടെ ഈ താഴത്തെ ഭാഗത്ത് ഒരു സാധനം കാണാൻ പറ്റും, നോട്ടിഫിക്കേഷൻ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ Arduino യൂനോയുടെ ബോർഡ് COM 5 കണക്റ്റ് ആയേക്കുന്നത്. അതിന് ശേഷം നമ്മളിവിടെ കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം ചെക്ക് ചെയ്ത് നോക്കുക, നമ്മുടെ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും തെറ്റുണ്ടോ എന്ന്. അതിനിവിടെ ടിക്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്, അതിൽ വെരിഫൈ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ നിൽക്കുക. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം വെരിഫൈ ആവും. അതിന് മുന്നേ അത് സേവ് ചെയ്യാൻ പറയും. നമുക്കൊരു പേര് കൊടുത്ത് സേവ് ചെയ്യാം. ഇവിടെ ഞാനൊരു ബ്ലിങ്ക് എന്ന് പറഞ്ഞ പേര് കൊടുക്കാം. എന്നിട്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ സേവ് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയാണ് സൗകര്യം എന്ന് വെച്ചാൽ ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ അത് Arduinoയുടെ ഫയലിൽ തന്നെയോ ഞാൻ അവിടെ സേവ് ചെയ്യും. ഇവിടെ അത് ലോഡിങ് കഴിഞ്ഞെന്ന് പറഞ്ഞ് ഗ്രീൻ കളറിൽ കാണിച്ചു. അതേപോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അത് ഫുള്ളായിട്ട് കഴിയുമ്പോഴത്തേക്കിന് ഡൺ എന്ന് പറഞ്ഞിട്ടും വരും. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. ഇവിടെ നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നു കഴിഞ്ഞു, ഡൺ കമ്പൈലിംഗ് എന്ന് പറഞ്ഞു. ഇനി നമുക്കിത് ചെയ്യാനുള്ളത് നമ്മുടെ ബോർഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ബോർഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്ത് നമുക്കിവിടെ മുകളിൽ ഒരു റൈറ്റ് സൈഡിലോട്ടുള്ളൊരു ആരോ കീ ഉണ്ട്. അതിൽ നമ്മൾ ആരോ ഇട്ടുമ്പോഴത്തേക്കിന് സൈഡിൽ അപ്ലോഡ് എന്ന് പറഞ്ഞ് എഴുതി വരും. അത് അപ്ലോഡ് കീ ആണ്. ആ കീയിൽ നെക്കി കഴിയുമ്പോഴത്തേക്കിന് നേരത്തെ നടക്കുന്ന പോലെ ഒരു ലോഡിങ് നടക്കും. നമ്മുടെ USB വഴി സീരിയൽ ട്രാൻസ്മിഷൻ വഴി നമ്മുടെ Arduino ബോർഡിലോട്ട് സാധനം ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യപ്പെടും, നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാൻ അവിടെ ഓക്കെ കൊടുത്തു. ഇവിടെ കമ്പനിങ് ലോഡായി കഴിഞ്ഞു. ഇവിടെ പ്രോഗ്രാം ഡൺ എന്ന് പറഞ്ഞിട്ട് എഴുതി വന്നു. ഡൺ അപ്ലോഡിങ്. ഇനി ഞാൻ നേരത്തെ 13th പിന്നെ ഒരു LED ഉണ്ടെന്ന് പറഞ്ഞത് നമുക്കത് കാണാം. ഇപ്പോൾ ദേ Arduinoയിൽ ആ 13th പിന്നിലെ LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ആ LED ലൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 13th പിന്നിൽ ഇൻബിൽഡ് ആയിട്ട് ഒരു LED ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന്. നമുക്ക് ആ പ്രോഗ്രാമിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ഈ LED ലൈറ്റ് ബ്ലിങ്ക് ചെയ്യിപ്പിച്ചു. അതിൻ്റെ പകരം ഈ 13th പിന്നിൽ ഒരു ഔട്ട്പുട്ടായിട്ട് ഞാനാണെങ്കിൽ ഒരു വയർ വെച്ച് ഒരു LED കണക്ട് ചെയ്യുകയാണെങ്കിലും ആ LED കത്തും. ഇതാണ് ഒരു സിമ്പിൾ Arduino പ്രോഗ്രാമിംഗ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്യുക. താഴെ ഒരു ചുമന്ന കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് നിൽക്കുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, നിൽക്കുക. ബെല്ലൈക്കൺ നിൽക്കിയാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരും. ഇതേപോലത്തെ കൂടുതൽ ടെക്നിക്കൽ വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ കോമണർ എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.